ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസമാണ്. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവകൃപ ലഭിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവകൃപ ലഭിക്കുന്ന, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ, വീടുകളിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. വിടുതലിൻ്റെ ദിവസമാക്കി മാറ്റണമേ. അത്ഭുതങ്ങളുടെ കലവറ തുറക്കുന്ന ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനെ അനുഗ്രഹമാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. യേശുവേ, നന്ദി. ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം. 9ാം ദിനം. ഗലാത്യർ 4-ാം അധ്യായം 4-ാം തിരുവചനം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. സുകൃതജപം. എൻ്റെ ഉണ്ണി ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി തുടിക്കുന്നു. പുണ്യപ്രവൃത്തി. കൂട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദത്താൽ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും നിറയ്ക്കണമേ. എപ്പോഴും സന്തോഷത്തോടെ കഴിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പുഞ്ചിരിയോടെ നേരിടുവാനും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ എല്ലാം നന്മയുടെ വശം കണ്ടെത്താനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ അമ്മ സഹായമായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും പരാതി പറയാതെ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ. എല്ലായ്പ്പോഴും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ പറയുവാൻ ഞങ്ങളെ അവിടുന്ന് കഴിവുള്ളവരാക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയുവാനും ശരിയായവ തിരഞ്ഞെടുക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ മാതാവേ, ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നവ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. രക്ഷയിലേക്കുള്ള ജീവിതയാത്രയിൽ അമ്മയുടെ പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയും എല്ലാറ്റിലും ദൈവം നയിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ വിവേകപൂർവം ചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയമേ,
അപേക്ഷയുമായി വരുന്ന മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത മാതാവേ, അവിടുത്തെ സ്നേഹം നിറഞ്ഞ അവിടുത്തെ പരിപാലനയിൽ, അവിടുത്തെ തണലിൽ ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഏശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മയുടെ അത്ഭുതം നമുക്ക് വേണ്ടി അമ്മ പ്രകടമാക്കും. ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ തന്നെ സാധിക്കും എന്ന ഉറപ്പിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, ഉണ്ണി ഈശോയുടെ മാതാവേ, അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അമ്മയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അമ്മയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അമ്മയെ ഞങ്ങളുടെ ആശ്രയവും അഭയവുമായ ദൈവമാതാവേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. ഉണ്ണി ഈശോയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ സങ്കടങ്ങളും ഹൃദയഭാരവും എല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, സ്വർഗത്തിൻ്റെ മഞ്ഞുതുള്ളി പോലെ ദിവ്യകാരുണ്യത്തിൽ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങളറിഞ്ഞ് സഹായിക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ദൗർബല്യങ്ങളിൽ അമ്മ ഞങ്ങളുടെ ശക്തിയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെയും ആന്തരിക മുറിവുകളെയും ശാരീരിക അസ്വസ്ഥതകളെയും സുഖപ്പെടുത്തണമേ. കർത്താവേ, അവിടുത്തെ ജീവന്റെ ശക്തിയും സമൃദ്ധിയിലും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ഏതൊരു കഠിന ജീവിത സാഹചര്യങ്ങളിലും ഒട്ടും കുറയാത്ത അവിടുത്തെ തുണയും സഹായവും അനുഭവിച്ചറിയുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അൾത്താരയിൽ എന്നും വാഴ്ത്തക്ക വിധം ഞങ്ങൾ വിശുദ്ധിയിലും വിനയത്തിലും ജാഗരൂകതയോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാതാവേ, ഞങ്ങളുടെ ഏക ആശ്രയവും ആശ്വാസവുമായ അമ്മയോട് ചേർന്നിരിക്കുന്നു. സന്തോഷിക്കുവാനും അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ വാഗ്ദാനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അത്യാവശ്യമായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമാതാവേ, ഉണ്ണി ഈശോയുടെ തൃപ്പാദത്തിലെ ഒരു കാണിക്കയായി ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട്
അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കിത്തരണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ലോകരക്ഷയ്ക്കായും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച ഉണ്ണി ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും രോഗങ്ങളും എടുത്തു മാറ്റണമേ. എല്ലാ പാപാവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സംരക്ഷണവും എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ. യോഗ്യതയില്ലാതിരുന്നിട്ടും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന അമ്മേ മാതാവേ, അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യുന്ന അവിടുത്തെ മഹനീയ നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇറങ്ങി ജീവിച്ച അമ്മേ മാതാവേ, ഈ വചനം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും കരുത്തും നൽകുവാൻ കൃപ നൽകുകയും ചെയ്യണമേ. ദൈവമാതാവേ, ഈ തിരുവചനം ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സാധിച്ചു കിട്ടുന്നതിന് അവിടുത്തെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് നയിക്കട്ടെ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരം എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.